ഹേ ഓൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ല ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കേസരിയുടെ റെസിപ്പിയാണ്, അതായത് സീറ എന്നൊക്കെ പറയും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതുപോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ നല്ല ഇതുണ്ടാക്കാനായിട്ട് ഒരു പാനിലോട്ട് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി അത് നല്ല ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം. ഇനി അത് ഒരുപാടൊന്നും കുക്ക് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോഴേക്കും അതിൽ നിന്ന് കോരിയെടുക്കാം. കരിയാതെ നോക്കണം. ഇതിപ്പോൾ ഞാൻ മുഴുവനായിട്ട് അതിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. ഇനി അതേ നെയ്യിലോട്ട് നമുക്കനി റവ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നല്ലപോലെ അതിൽ നിന്ന് വറുത്തെടുക്കാം. ഒരു കളർ ചേഞ്ച് ആകുന്നത് വരെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും അതൊന്ന് മാറ്റിയെടുക്കുക, അതിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഒരു 5 സെക്കൻഡ് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയാൽ തന്നെ നല്ല വറുത്ത് കിട്ടും. ഇനി അതേ പാനിലാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഇനി ആ പാനിലോട്ട് നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ വെള്ളത്തിൽ ചെയ്തെടുക്കാം. ഞാനിവിടെ പാലിലാണ് ചെയ്തെടുക്കുന്നത്. 2 കപ്പ് തന്നെ പാലൊഴിച്ച് കൊടുക്കാം. വെള്ളം ചേർക്കുന്നതാണെങ്കിൽ 1 കപ്പ് പാലും 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ഫ്ലേവറിനായിട്ട് നിങ്ങൾക്ക് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം ഫുഡ് കളർ കൂടി ആഡ് ചെയ്യാം. ഞാനിവിടെ മഞ്ഞളാണ് ഫുഡ് കളറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് 2 പിഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പാലൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലോട്ട് റവ ഇട്ട് കൊടുക്കാം. നല്ലോണം തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട, അതിന് മുമ്പ് തന്നെ ആയിട്ട് റവ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്നിച്ച് ഇടുന്നതിന് പകരം കുറേശ്ശെ ആയിട്ട് ഒന്ന് ഇട്ട് കൊടുത്ത് ഇളക്കിക്കൊണ്ട് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോഴൊക്കെ നല്ല കട്ടാകാതെ നല്ല ലൂസിലായിട്ട് തന്നെ കിട്ടും. ഇനി കുറച്ച് പാലിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്ത് അതൊന്ന് ലൂസാക്കി എടുക്കാം. ഇനിയിപ്പോൾ മധുരത്തിനായിട്ട് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. അത് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്ന് മധുരം ബാലൻസ് ആയിട്ട് കിട്ടും. 2 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് പഞ്ചസാരയാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്ത ആ ഒരു മിക്സ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിന് നെയ്യുണ്ടെങ്കിൽ അതിലോട്ട് തന്നെ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് എല്ലാ ഭാഗത്തും എത്തുന്നവരൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ഉണ്ടാക്കാനായിട്ട്. നല്ല ഈസി റെസിപ്പിയാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമുക്കൊരു ബൗളിലിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതിലേക്കും ബൈ.